ഹായ്, എൻ്റെ പേര് ഫാത്തിമ. ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. KBQൻ്റെ ഫൈനലിൽ ഞാനും എത്തി നിൽക്കുകയാണ്. അതിൻ്റെ വളരെ സന്തോഷത്തിലാണിപ്പോൾ. KBQക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KBQൻ്റെ ഒരു ആഡ് കണ്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ വേഗം തന്നെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിന് അയച്ചു കൊടുത്തു. അന്ന് കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചപ്പോൾ ഞാൻ അവനക്ക് പറഞ്ഞു ഞാൻ പോണോ. അപ്പോൾ അവൻ പറഞ്ഞ് എന്തായാലും പൊക്കോ, നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞ്. നിനക്ക് കുക്കിങ്ങിലുള്ള ഇത് ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറയും, അതുകൊണ്ട് നീ എന്തായാലും പൊക്കോ എന്ന് പറഞ്ഞു. വീട്ടിൽ സാധാരണ എപ്പോഴും കുക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിലെ ടേസ്റ്റും വേറെയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ടേസ്റ്റും വേറെയാണ്. അപ്പോൾ ഞാനെപ്പോഴും രണ്ടും കൂടി കോമ്പിനേഷൻ ചെയ്ത് പുതിയ പുതിയ ഡിഷുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ കൂടുതൽ നോൺ വെജ്, ചിക്കന് അങ്ങനത്തെ മീറ്റാണ് ഉപയോഗിക്കുക. ഇവിടെ വന്നപ്പോൾ അത് ഫിഷായി. അപ്പോൾ പല പല രുചികളിൽ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലബാർ സൈഡിലുള്ള ബിരിയാണികളാണ്. പക്ഷേ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ ബസ്മതി റൈസ് കൊണ്ടുള്ള. അപ്പം അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ചെയ്ത് പല ടൈപ്പ് ബിരിയാണീസ് ഉണ്ടാക്കി തുടങ്ങി. ഫൈനലിൽ വെച്ച ബിരിയാണി ഞാൻ തലശ്ശേരി സ്റ്റൈൽ തന്നെ ഉണ്ടാക്കിയത്. അതിൽ എൻ്റേതായ എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ അത് ബിരിയാണി വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് അതാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. എൻ്റെ ബ്രദേഴ്സും പിന്നെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് എപ്പോഴും പറയണത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഫണ്ണായിട്ടും പറയാറുണ്ട്, സീരിയസ് ആയിട്ടും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തുടങ്ങണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതും അതിനൊരു വഴിത്തിരിവാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. DQ വരുമെന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ ഇതിൽ ഞാൻ ഇത് തന്നെ മമ്മൂട്ടിനെങ്കിലും കാണാൻ പറ്റുമല്ലോ, അതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ അവിടം വരെ എത്താൻ പറ്റിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ. പക്ഷേ മത്സരിച്ച് ജയിക്കണം എന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ആബിദ റഹ്മാൻ, അവരൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ചെയ്ത് വിധി പറയാൻ പോണം. അത് തന്നെ ഏറ്റവും വലിയ ഇതായിട്ട് വിചാരിക്കണത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അവർ കഴിച്ചിട്ട് നമ്മളെ ഫുഡിനൊരു അഭിപ്രായം പറയാമെന്ന് പറയുമ്പോൾ അത് പിന്നെ വിജയിക്കണം എന്നുള്ളത് വളരെയധികം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതും കൂടി അതാണ് ഇനി എൻ്റെ പ്രതീക്ഷയുള്ളത്. ഇനി ഇതിൽ ജയിക്കണം, അവിടെ ഒരു സ്റ്റേജിൽ അവരെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.